നമ്മുടെ കൂടെ ഇന്ന് ടോക്ക് സീരീസില് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് അഞ്ജന CK ആണ്. അപ്പൊ അഞ്ജന ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണെന്ന് തന്നെ നമുക്ക് പറയാം. ഞാൻ ഈ പറയാൻ പോകുന്ന കുറച്ച് ഇലാബറേറ്റ് നീണ്ട ഒരു നിബന്ധനയാണ് എനിക്ക് പറയാനുള്ളത്. ഗേറ്റ് എക്സാം, CSER എക്സാം, TIFR എക്സാം, ബാർക്ക് എക്സാം, IIT മദ്രാസ് സെലക്ഷൻ, ISC സെലക്ഷൻ, ഇതിലെല്ലാം ഈ 2025 എന്ന് പറയുന്ന അക്കാഡമിക് ഇയറിൽ, 2025 കഴിഞ്ഞിട്ടില്ല, 4 മാസം 5 മാസം ആയതേ ഉള്ളൂ. ഈ ഒരു അക്കാഡമിക് ഇയറിൽ തന്നെ ഇത്രയൊക്കെ അച്ചീവ്മെന്റ്സ് കരസ്ഥമാക്കിയ അഞ്ജന CK ആണ് നമ്മുടെ കൂടെ ഉള്ളത്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അഞ്ജനയുടെ അടുത്ത് നിന്നും അറിയാനുണ്ടാവും. ഇത്രയൊക്കെ അച്ചീവ്മെന്റ്സിലേക്ക് ആൾ എത്തിയിട്ടുണ്ടെങ്കിൽ ഒരു വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ തന്നെയാണ് ആൾ ചെയ്തിട്ടുണ്ടാവുക. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ ഇത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് അപ്കമിങ് സ്റ്റുഡൻസ് ഒരു വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരിക്കും. അപ്പൊ ഇത് അറിയുക എന്നുള്ളതാണ്. അതേപോലെ നമ്മുടെ വരുന്ന കുട്ടികൾക്ക് ഈ കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ ടോക്ക് സീരീസ് തന്നെ നടക്കുന്നത്. അപ്പൊ അഞ്ജന, എല്ലാവിധ അഭിനന്ദനങ്ങളും. വെരി വാം വെൽക്കം ടു അവർ സെഷൻ. എനിക്ക് തോന്നുന്നു ഈ അച്ചീവ്മെന്റ്സ് ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ നിങ്ങളുടെ കൈകളിലുണ്ട് അല്ലെ? അപ്പം ആഫ്റ്റർ 6 months ബാക്ക് ഇതൊക്കെ പ്രതീക്ഷിച്ചിരുന്നോ? ഒരിക്കലും ഇല്ല. ഒരിക്കലും ഇത്രയും കുറെ കാര്യങ്ങളൊന്നും ഉണ്ടാവും ഒരിക്കലും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. JRF വാങ്ങണം എന്നൊരു ഇതുണ്ടായിരുന്നു. എന്തായാലും PhDക്ക് നോക്കണമെങ്കിൽ എന്തായാലും JRF വേണം. ആ ഒരു ആഗ്രഹം വെച്ചിട്ട് മാത്രമാണ് ബെൻസിലോട്ട് വന്നത്. പക്ഷെ അത് ഇത്ര കുറെ അച്ചീവ്മെന്റ്സ് ഉണ്ടാവും ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. എങ്ങനെയായിരുന്നു ഇനീഷ്യൽ പ്ലാനിങ്? ഇതൊക്കെ ഈ പറഞ്ഞ എക്സാം ഒക്കെ പ്രയോറിറ്റിയിൽ ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ ജോയിൻ ചെയ്യാൻ വന്ന സമയം എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ ഓഫ്ലൈൻ ക്യാമ്പസിൽ വന്ന സമയത്ത്, അല്ലെങ്കിൽ ആ സമയത്ത് നെറ്റ് കിട്ടുക എന്നുള്ള ഉദ്ദേശമായിരുന്നോ? അതെ അതെ, അത് പല എക്സാമും ഞാൻ അവിടെ വന്നതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് തന്നെ. ഇങ്ങനത്തെ എക്സാംസ് ഒക്കെ ഉണ്ട്, ഈ എക്സാംസ് ഒക്കെ എഴുതണം, ഇതിലൊരു നല്ല സ്കോർ കിട്ടിയാൽ ഇങ്ങനെ എന്റെ ഫ്യൂച്ചർ മാറാം എന്നുള്ള ഒരു കുറെ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞത് അവിടെ വന്നതിന് ശേഷമാണ്. ഇപ്പോ ഫോർ എക്സാമ്പിൾ TIFR എടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ബാർക്ക് എക്സാം എഴുതി കഴിഞ്ഞാൽ ഇത്രയും നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട് എന്നൊക്കെ അവിടുത്തെ കുട്ടികള് പഠിച്ചിറങ്ങി ഇത്രയും നല്ലൊരു റാങ്ക് വാങ്ങിച്ചിറങ്ങി അവരുടെ ഫ്യൂച്ചർ ഇത്രയും നല്ലതാണെന്നൊക്കെ കണ്ടപ്പോഴാണ് ശരിക്കും പറഞ്ഞ ഒരു ഐഡിയ വന്നത്. ഇത്ര എലാബറേറ്റ് ആയിട്ട് ഒരു ഐഡിയ ഒന്നും എന്റെ അപ്പൊ ഉണ്ടായിരുന്നില്ല സത്യം പറയുകയാണെങ്കിൽ. ഇനീഷ്യലി നിങ്ങൾ MSc കഴിയുന്ന സമയത്ത് ഓൺലൈൻ വേഴ്സസ് ഓഫ്ലൈൻ എന്ന് പറയുന്ന ഒരു ഡിസ്കഷൻ എന്തായാലും വന്നിട്ടുണ്ടാവുമല്ലോ. എന്തുകൊണ്ട് ഓഫ്ലൈനിലേക്ക് തന്നെ വന്നു? മീൻസ് ഓഫ്ലൈൻ ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണ്? ഓക്കെ, വൺ തിങ്, എനിക്ക് ഒരു ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാത്ത ഒരു സെറ്റപ്പിൽ പോയിട്ട് പഠിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. അതായത് ഇപ്പൊ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഓക്കെയാണ്, പഠിത്തം നടക്കും, പക്ഷെ എന്നാലും ഒരു ഡിസ്ട്രാക്ഷൻസും ഇല്ലാതെ ഒരു 6 months കംപ്ലീറ്റ് ഡെഡിക്കേഷനോട് കൂടെ ഒരു കാര്യം ചെയ്യണം, എന്നിട്ട് അതിന്റെ ഒരു റിസൾട്ട് വാങ്ങുമ്പോൾ ഉള്ള ഒരു സന്തോഷം വേണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ബെൻസിൽ ചൂസ് ചെയ്തത്. ഞാൻ വന്ന് ക്യാമ്പസ് കണ്ടപ്പോഴൊക്കെ ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. നല്ലൊരു ക്യാമ്പസ്, അതായത് ഒരു ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്യാമ്പസ് ആയിരുന്നു. അപ്പോ അതെനിക്ക് തോന്നി എനിക്ക് ഈ 6 മാസം കൊണ്ടുപോവാൻ, അതായത് ഒരു ഡിസ്ട്രാക്ഷൻസും ഇല്ലാതെ ഒരു നല്ലൊരു കോമ്പറ്റീറ്റീവ് എൻവയറമെന്റ് ആണ്, പക്ഷെ അതും ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു കോമ്പറ്റീറ്റീവ് എൻവയറമെന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഓൺലൈൻ ചൂസ് ചെയ്തത്, സോറി ഓഫ്ലൈൻ ചൂസ് ചെയ്തത്. ഓക്കെ ഓക്കെ, എനിക്ക് തോന്നുന്നു ഈവൻ നിങ്ങള് ബെൻസിൽ എന്ന് പറയുന്ന ഒരുപാട് ഓപ്ഷൻ, എസ്പെഷ്യലി ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഉണ്ട്. ബെൻസിൽ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെ ചൂസ് ചെയ്യാനുള്ള മെയിൻ റീസൺ? ഞാൻ ഈ ഓൺലൈൻ വേണ്ട, ഓഫ്ലൈൻ മതി എന്ന് പറഞ്ഞപ്പോ കുറച്ച് അന്വേഷിച്ചു. എന്റെ കൂടെ പഠിച്ചവര്, പിന്നെ ഇവിടെ ഞാൻ നാട്ടില് കണ്ട ആൾക്കാര്, അവരൊക്കെ എങ്ങനെയാണ് PhDക്ക് പോവാൻ വേണ്ടി എന്താ ചെയ്യണേ. അപ്പൊ ഞാൻ ചോദിച്ചവരിൽ മിക്കവരും ആൾക്കാർ എന്നോട് പറഞ്ഞത് ബെൻസിൽ എന്ന് പറയുന്ന ഒരു നല്ലൊരു ഓപ്ഷൻ ആയിട്ടാണ് എന്നോട് എല്ലാവരും പറഞ്ഞത്. പിന്നെ ഞാന് ബെൻസിലിന്റെ അവസാനത്തെ ഒരു കുറച്ച് മാസങ്ങൾ ഓൺലൈൻ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു, അതായത് MSc ചെയ്തുകൊണ്ടിരിക്കുമ്പോ. അപ്പൊ അതെടുത്ത സമയത്ത് കുറച്ച് മാസങ്ങൾ ഞാൻ എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്തില്ല, വളരെ കുറവ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ തന്നെ എനിക്ക് ടീച്ചിങ് വളരെയധികം ഇഷ്ടമായി. ഇപ്പൊ റംഷാദ് സർ ആയിക്കോട്ടെ, ഇജാസ് സർ ആയിക്കോട്ടെ, എല്ലാവരുടെയും ടീച്ചിങ് എനിക്ക് വളരെ അധികം ഇഷ്ടമായി. അപ്പോ ഓക്കെ ആയി, എനിക്ക് ബെൻസിൽ മതി. ബെൻസിൽ അത്യാവശ്യം നല്ല കോൺസെപ്റ്റുവലി എനിക്ക് ബെറ്റർ ആയിട്ട് അണ്ടർസ്റ്റാൻഡിങ് വരുന്നുണ്ട് എന്ന് തോന്നി. അതുകൊണ്ടാണ് ബെൻസിൽ എന്നുള്ളൊരു ഓപ്ഷൻ ഫിക്സ് ചെയ്തത്. ഓക്കെ ഓക്കെ, അപ്പൊ വൺസ് നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ ക്ലാസ്സിൽ ഒരുപാട് കുട്ടികളുണ്ട്, എല്ലാവരും വളരെ കോമ്പീറ്റിംഗ് ആണ്. നമുക്കറിയാലോ, നമ്മൾ എന്നും അഞ്ജനായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്യുന്ന മീൻസ് ആസ് എ ടീച്ചർ നമ്മൾക്ക് ഡെയിലി നിങ്ങളെ കാണുന്നതല്ലേ.
അപ്പൊ ആ ഒരു സ്റ്റേജ് ഇനീഷ്യൽ ഈ ഒരു CSIR പ്രിപ്പറേഷൻ ആ ഒരു ഫ്ലോ ക്രിയേറ്റ് ചെയ്യാൻ എന്തായാലും ഇനീഷ്യലി കുറച്ച് സമയം എടുക്കുമല്ലോ. ആ ഒരു ഇനീഷ്യൽ ഡേയ്സ് എങ്ങനെയാണ് പ്ലാൻ ചെയ്തത്, എങ്ങനെയായിരുന്നു മുന്നോട്ട് നല്ലൊരു പ്ലാൻഡ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റി? ആദ്യം വന്ന സമയത്ത് പറയുകയാണെങ്കിൽ എനിക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു. എന്താന്ന് വെച്ചാൽ വന്ന സമയത്ത് എല്ലാവരും ടോപ്പേഴ്സ് ആണ്, എല്ലാ യൂണിവേഴ്സിറ്റിന്റെയും ടോപ്പേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോ എനിക്ക് എന്റെ കയ്യിൽ ഇത്രയൊന്നും ഇല്ലല്ലോ എന്നുള്ളൊരു ഒരു കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാല്. പക്ഷെ അതിനുശേഷം ഞാൻ ഫസ്റ്റ് വന്ന സമയത്ത് എനിക്ക് ഈ 10 hours 12 hours എന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റുമോ, ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇത്രയും കുറെ കാര്യങ്ങളൊന്നും ഉണ്ടാകും ഒരിക്കലും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ പിന്നെ ശരി നമുക്ക് മെല്ലെ മെല്ലെ ഗ്രാജുവലി ബിൽഡ് ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളൊരു സ്റ്റേജിലെത്തി. അപ്പൊ അങ്ങനെ ആദ്യം ഒരു 7 hours ആയി, പിന്നെ ഞാൻ അത് കൂട്ടി 8 ആക്കി, പിന്നെ 9, അങ്ങനെ അങ്ങനെ ഗ്രാജുവലി ആണ് ഗ്രോത്ത് ഉണ്ടായത്. പിന്നെ എനിക്ക് തോന്നുന്നു ബെൻസലിന്റെ ആദ്യത്തെ ഓറിയന്റേഷൻ സെഷൻ ഉണ്ടായിരുന്നല്ലോ. അപ്പോ ആ ഓറിയന്റേഷൻ സെഷനിൽ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈക്ക് ഇങ്ങനെ നമുക്ക് ഒരിക്കലും ഒരു സാധനം എപ്പോഴും മെമ്മറിയിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, അത് നമ്മൾ പിന്നെയും പിന്നെയും ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്, ആർക്കും അത് ഓർമ്മ ഉണ്ടാവില്ല. അപ്പോ അങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് കുറച്ചുകൂടെ നോക്കാൻ തുടങ്ങി. അതായത് റിവിഷൻ ആണെങ്കിലും എത്ര ഫ്രീക്വന്റ് ആയിട്ട് റിവിഷൻ കൊണ്ടുവരണം, അല്ലെങ്കിൽ എന്താണ് ഇപ്പൊ ഞാൻ നെക്സ്റ്റ് ഒരു വീക്ക് അടുത്ത വീക്കിനുള്ളത് ഫുൾ പ്ലാൻ ചെയ്ത് വെക്കുമായിരുന്നു. അതായത് അടുത്ത ഇപ്പൊ ഇപ്പോഴേ ഞാൻ പ്ലാൻഡ് ആണെങ്കിൽ എനിക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ളൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. പ്ലാനിങ് തന്നെയാണെന്ന് തോന്നുന്നു കുറച്ചുകൂടെ എന്നെ ഇത്രയും കൊണ്ടുവരാൻ എന്നെ ഹെൽപ്പ് ചെയ്തത് പ്ലാനിങ് തന്നെയാണ്. ഓക്കെ ഓക്കെ, ഞാൻ ഈ ചോദ്യം ചോദിക്കാൻ കാരണം ഇനീഷ്യൽ ഒരു 1 or 2 months എടുക്കുകയാണെങ്കിൽ അഞ്ചനക്ക് നമ്മൾ റിലേറ്റീവ്ലി നിങ്ങളുടെ ക്ലാസ്സിൽ അത്യാവശ്യം ഒരു നല്ല നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഉണ്ട്. പിന്നെ എല്ലാ എക്സാമിലും ഒരു top 5 ടോപ്പ് അങ്ങനെയൊന്നും വന്ന ഒരാളല്ല അഞ്ജന. പക്ഷെ ആ അഞ്ജനയുടെ ഒരു നല്ലൊരു പ്ലാനിങ്ങും ഈ പറഞ്ഞ പോലെ ഒരു ഗ്രാജുവൽ ആൻഡ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻപുട്ട് അഞ്ജന കൊടുത്തത് കൊണ്ട് ടുവേർഡ്സ് ദ എൻഡ് അഞ്ജനക്ക് ആ പെർഫെക്ഷൻ നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റി. അഞ്ജനയുടെ പ്രിപ്പറേഷൻ ആ ഒരു പെർഫെക്ഷൻ അത് തന്നെയാണ് നമ്മൾ റിസൾട്ട് വരുമ്പോഴും ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം എപ്പോഴാണ് ഇതൊക്കെ പോസിബിൾ ആണ് എന്നുള്ള ഒരു കോൺഫിഡൻസ് വന്നു തുടങ്ങിയത്? അത് ഒരു മേ ബി ഒരു 4 to 5 months എടുത്തിട്ടുണ്ടാവാം. ബിക്കോസ് എനിക്ക് ഓർഗാനിക് ഒക്കെ വളരെ പാടായിരുന്നു. ഓർഗാനിക് ഞാൻ MSc കഴിഞ്ഞ് വരുന്ന സമയത്ത് ഓർഗാനിക്കിന്റെ ബേസിക്സ് പോലും എനിക്ക് സ്ട്രോങ് ആയിരുന്നില്ല. പക്ഷെ അതിന് ഫുൾ ക്രെഡിറ്റ്സ് റംഷാദ് സാറിനാണ്. എന്താന്ന് വെച്ചാൽ റംഷാദ് സാറും പിന്നെ ഷൈബിൻ സാറും രണ്ടുപേരും നിങ്ങൾ പറഞ്ഞു തന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഓർഗാനിക്കിന്റെ എന്റെ ബേസിക്സ് വളരെ വളരെ അത്രയും ലോ ആയിരുന്നു. ഞാൻ വരുന്ന സമയത്ത് എനിക്ക് ഫിസിക്കൽ ഓക്കെ ആയിരുന്നു, ഫിസിക്കൽ കുഴപ്പമില്ല, എനിക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സാധനമായിരുന്നു എനിക്ക് തോന്നി. ഇൻഓർഗാനിക്കും കുഴപ്പമില്ല എന്ന് തോന്നി. പക്ഷെ ഓർഗാനിക്കിനോട് വല്ലാത്തൊരു പേടിയായിരുന്നു. അപ്പോ അത് മാറാൻ സഹായിച്ചത് ശരിക്കും നിങ്ങളുടെ രണ്ടുപേരുടെയും ക്ലാസ് ആണ്. അത് ആ ഓർഗാനിക്കും കൂടെ കുറച്ചൊന്ന് ബെറ്റർ ആയി തുടങ്ങിയപ്പോ എനിക്ക് മനസ്സിലായി ഇത് നമ്മളെ കൊണ്ട് എന്തായാലും എന്തെങ്കിലുമൊക്കെ ആക്കാൻ പറ്റും. അറ്റ്ലീസ്റ്റ് ഒരു JRF ഒരു മേ ബി അത്ര നല്ല റാങ്ക് ഇല്ലെങ്കിലും എന്തായാലും JRF വരെയൊക്കെ ഒന്ന് എത്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. ഓർഗാനിക്കും കൂടെ ഒന്ന് ഇത് മനസ്സിലാവുന്നുണ്ട് കാര്യങ്ങള്. പിന്നെ എനിക്ക് ടെക്സ്റ്റ് ബുക്സ് ഒക്കെ വായിക്കുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമായി തോന്നി. ഇപ്പോ ക്ലേഡൻ ആയിക്കോട്ടെ, കരൂത്തേഴ്സ് ആയിക്കോട്ടെ, ഇതൊക്കെ ഞാൻ വായിക്കാൻ തുടങ്ങി. അപ്പൊ എനിക്ക് അതിന്റെയൊക്കെ ഒരു എസെൻസ് മനസ്സിലാവാൻ തുടങ്ങി. അപ്പം അപ്പൊ എനിക്ക് അത്യാവശ്യം നല്ല കോൺഫിഡൻസ് വന്നു ശരിക്കും പറഞ്ഞു. ഇതിപ്പോ എങ്ങനെയാണെങ്കിലും എവിടെയെങ്കിലും ഒക്കെ എത്തിക്കാം എന്നുള്ളൊരു കോൺഫിഡൻസ് വന്നു. അപ്പോഴാണ് ശരിക്കും JRF എന്തായാലും ഉറപ്പിക്കാൻ പറ്റും എന്നുള്ളൊരു തോട്ട് വന്നത്. ഓക്കെ ഓക്കെ, നമ്മൾ കുട്ടികളുടെ CSIR പ്രിപ്പറേഷൻ ചെയ്യുന്ന കുട്ടികളുടെ ഇടയിൽ കാണുന്ന ഒരു ട്രെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാല് അവര് നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് എന്താണ് കംപ്ലീറ്റ് ആൻസർ ചെയ്യുക, ഔട്ട് ഓഫ് 360 നിങ്ങൾക്ക് അത് 200 എഴുതേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ പലപ്പോഴും ചില ഏരിയ മാത്രം ഫോക്കസ് ചെയ്യുന്ന കുട്ടികളാണ് കൂടുതലും. പക്ഷെ അഞ്ജന ഇപ്പൊ പറഞ്ഞതനുസരിച്ച് അഞ്ജന ഇനോർഗാനിക്കും ഓർഗാനിക്കും ഫിസിക്കലൊക്കെ കഴിയുന്ന രീതിയിലൊക്കെ പ്രിപ്പയർ ചെയ്തു. അപ്പം ഡെഫിനറ്റ് ആയിട്ടും അത് നല്ല രീതിയിൽ മാർക്കിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാകാം അല്ലെ. പക്ഷെ ഇങ്ങനെ ചെയ്യുന്ന ഒരു നല്ല തീരുമാനമാണോ, ഏതോ ഒന്നിന് മാത്രം ഫോക്കസ് ചെയ്യുകയും എങ്ങനെയാണ് ഓവറോൾ അഞ്ജന ഏറ്റവും പ്രയോറിറ്റി കൊടുത്തത് ഫിസിക്കലിനാണെന്ന് തോന്നുന്നു അല്ലെ? അതെ അതെ അതെ. അപ്പൊ പക്ഷെ സ്റ്റിൽ എല്ലാം പറഞ്ഞു. ഫസ്റ്റ് പ്രയോറിറ്റി ഫിസിക്കൽ ആയിരുന്നു, ഫിസിക്കൽ കെമിസ്ട്രി ആയിരുന്നു. ബിക്കോസ് അതെനിക്ക് ഒരു കുറച്ച് ബേസിക്സ് അറിയാവുന്നത് കൊണ്ട് ബിൽഡ് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായിരുന്നു ഫിസിക്കൽ കെമിസ്ട്രി. അപ്പൊ ഞാൻ ഫിസിക്കൽ നല്ലോണം കോൺസെൻട്രേറ്റ് ചെയ്തു. അത്യാവശ്യം കുറെ പ്രോബ്ലംസ് സോൾവ് ചെയ്തത് ഫിസിക്കലാണ്. അതിനുശേഷം വന്നു കഴിഞ്ഞാൽ ഞാൻ ഓർഗാനിക് ആണ് പ്രയോറിറ്റി കൊടുത്തത്. ബിക്കോസ് ഇൻഓർഗാനിക് എളുപ്പമായിരുന്നെങ്കിലും ഇൻഓർഗാനിക് കുറച്ചുകൂടെ മാർക്ക് സ്കോർ ചെയ്യാൻ കുറച്ച് കഷ്ടമാണെന്ന് എനിക്ക് തോന്നി. ബിക്കോസ് കുറെ ഫാക്ട്സ് ഉണ്ടല്ലോ. അപ്പൊ ആ ഫാക്ട്സ് ഒക്കെ ഓർത്ത് വെക്കാന്നുള്ളത് ചിലപ്പോൾ പാടായിരുന്നു. എനിക്ക് എന്റെ കാര്യത്തിൽ അത് കുറച്ച് പാടായിരുന്നു.
അപ്പൊ ഞാൻ ഇനോർഗാനിക് വരുന്ന സമയത്ത് ഞാൻ ഇനോർഗാനിക്കും ഫിസിക്കലും പഠിക്കാം, മാർക്ക് വാങ്ങാന്ന് പറഞ്ഞ് വന്ന് ഞാൻ നേരെ മാറി ഫിസിക്കലും ഓർഗാനിക്കും പഠിക്കാമെന്നായി. എനിക്ക് ഓർഗാനിക് കുറച്ചുകൂടെ എളുപ്പമായി തോന്നി. ഓർഗാനിക് എക്സാം ഒക്കെ കഴിയുമ്പോൾ അത്യാവശ്യം നല്ല മാർക്ക് വരാൻ തുടങ്ങി. ഓർഗാനിക്കില് ഞാൻ ചിന്തിക്കുന്ന പോലെയാണ് കാര്യങ്ങൾ എന്ന് മനസ്സിലാവാൻ തുടങ്ങി. അപ്പൊ ഞാൻ ഷിഫ്റ്റ് ചെയ്തു, ഇനോർഗാനിക് മാറ്റി ഞാൻ ഫുൾ ഫിസിക്കൽ ആൻഡ് ഓർഗാനിക്കിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് ഒരു ബെറ്റർ സ്ട്രാറ്റജി എന്നാ തോന്നുന്നത്. അതായത് മൂന്നും പഠിക്കാം, പക്ഷെ രണ്ടെണ്ണം അറ്റ്ലീസ്റ്റ് നമുക്ക് അത്യാവശ്യം നന്നായിട്ട് അറിയണം എന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന് മാത്രം 6 to 7 months ഒരു 2 പേപ്പർ ആയിരിക്കും കുറച്ചും കൂടെ നമുക്ക് 2 അതെ സബ്ജക്ട് അതെ ആയിരിക്കും അതെ ഫൈൻ അതെ ഉണ്ടാവുന്നത്. അതെ, അത് അവർക്ക് ഏതാണോ കുറച്ചുകൂടെ ബെറ്റർ ആയി തോന്നുന്നത് അത് ചൂസ് ചെയ്യാം. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇനോർഗാനിക്കില് ഫാക്ച്വൽ ആയിട്ട് ഓർത്ത് വെക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ദാറ്റ്. അല്ലെങ്കിൽ കുറച്ചുകൂടെ കോൺസെപ്റ്റുവൽ ആയിട്ട് നമുക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാല് ഫിസിക്കലും ഓർഗാനിക്കും ആയിരിക്കും. ഓക്കെ. പിന്നെ അതിന്റെ കൂടെ ഒരു ചെറിയൊരു ക്വസ്റ്റ്യനും കൂടെ, നമ്മള് ഏറ്റവും കൂടുതൽ അഞ്ചാമത്തെ പ്രയോറിറ്റി ഫിസിക്കൽ ആണ് ഫസ്റ്റ് പ്രയോറിറ്റി ലിസ്റ്റിൽ വരുന്നത്. അപ്പൊ നമ്മള് ഫിസിക്കൽ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ മേജർ കോൺട്രിബ്യൂഷൻ മാർക്കിൽ അതിൽ നിന്ന് തന്നെയാണ് വരേണ്ടത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ചില കുട്ടികൾ എന്ത് ചെയ്യും, എനിക്ക് ഒരു ഫിസിക്കൽ ആണ് സ്ട്രോങ് എന്ന് പറഞ്ഞിട്ട് ഫിസിക്കലിൽ എന്തെങ്കിലും കുറച്ച് ക്വസ്റ്റ്യൻസ് കുറച്ച് തിയറി വായിച്ചാൽ ചിലപ്പോൾ ഇതിലേക്ക് എത്തിക്കൊള്ളുന്നില്ല. അപ്പൊ അഞ്ജനയുടെ കേസിൽ അഞ്ജന ഏറ്റവും ഹയസ്റ്റ് നമ്പർ ഓഫ് പ്രോബ്ലംസ് ചെയ്തത് ഏത് ചാപ്റ്ററിൽ നിന്നാണ്? അത് എത്ര വരും ഇത് രണ്ടും? കാരണം ഫേവറേറ്റ് ടോപ്പിക് എത്ര ഡെപ്തിൽ പഠിക്കുന്നുണ്ട് എന്ന് നമ്മുടെ കുട്ടികൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തത് ഏത് ചാപ്റ്ററിൽ നിന്നാണ്? ഫിസിക്കലിൽ ഏത് ചാപ്റ്റർ? ഫിസിക്കൽ അതെ. ഞാൻ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ചില ചാപ്റ്റേഴ്സ് ഒഴിച്ച് ബാക്കി എല്ലാം ഞാൻ ഇതുവരെ നടന്ന പ്രീവിയസ് ഇയേഴ്സും ഓൾമോസ്റ്റ് എല്ലാ ബുക്കിലുള്ള പ്രോബ്ലവും ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മളിവിടെ ക്വാണ്ടം കെമിസ്ട്രി ഒക്കെ ഈവൻ 300+ ക്വസ്റ്റ്യൻസ് ക്ലാസ്സിൽ തന്നെ സാർ ഡിസ്കസ് ചെയ്തിട്ടില്ലേ? അതെ അതെ അതെ. അപ്പൊ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് കുട്ടികളോട് കൂടെ ഉള്ള കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ടോപ്പിക്കിൽ കംപ്ലീറ്റ് PYQ CSIR-ന്റെയും ഗേറ്റിന്റെയും അതേപോലെ തന്നെ അസൈൻമെന്റ്സ് 500 നിയർലി അറൌണ്ട് 300 to 500 അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ്, അതിന് പുറമെ സബ്സിഡറി ആയിട്ട് നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസ്, ഇത്രയൊക്കെ നമ്മുടെ ഫേവറേറ്റ് ടോപ്പിക്കിൽ സബ്ജക്റ്റിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഫിസിക്കൽ ആണെങ്കിൽ ഫിസിക്കലിലെ എല്ലാ ചാപ്റ്റേഴ്സും ഇത്ര ചെയ്യുന്നു. അതിന്റെ കൂടെ നമ്മൾ ഇനോർഗാനിക് ഓർ ഇനോർഗാനിക് ഓർ ഓർഗാനിക് കുറച്ചും കൂടെ നമ്മൾ കഴിയുന്ന രീതിയിൽ നോക്കുന്നു. ഇതാണ് നമ്മുടെ ഫേവറേറ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ, അല്ലാതെ നമ്മൾ റിലേറ്റീവ്ലി നമുക്ക് ഒരു സബ്ജക്റ്റിനോട് ഇഷ്ടമുണ്ട്, അതിൽ ചില ചാപ്റ്റേഴ്സ് ഒന്ന് വായിച്ചു ഒരു ആകെ 50-100 ക്വസ്റ്റ്യൻ ചെയ്യുന്നതല്ല കേട്ടോ. അതിൽ നിന്ന് നിങ്ങൾക്ക് മേജർ കോൺട്രിബ്യൂഷൻ വന്നുകൊള്ളുന്നില്ല. ഈവൻ അഞ്ജനയുടെ കേസിൽ ഇത് തന്നെയാണ് അഞ്ജന ചെയ്തത് ഞാൻ വിശ്വസിക്കുന്നു. അതെ അതെ. ഓക്കെ. പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു ഓവറോൾ ഈ ഒരു എല്ലാ സമയത്തും നമ്മൾ പ്രതീക്ഷിച്ച ഒരു പെർഫോമൻസ് തന്നെ ഒരു പ്രിപ്പറേഷന്റെ സമയത്ത്? ഫോർ എക്സാമ്പിൾ 6 to 7 months പ്രിപ്പയർ, ഇപ്പൊ നിങ്ങൾ എല്ലാവരും കൂളാണ്, എല്ലാവരും ഹാപ്പിയാണ്, എല്ലാം നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി. പക്ഷെ എല്ലാ ഡേയ്സും പ്രിപ്പറേഷന്റെ സമയത്ത് ഇങ്ങനെ തന്നെ ആയിക്കൊള്ളുന്നില്ലല്ലോ. മാർച്ച് ഇന്നൊരു 8th റാങ്ക് ആണെങ്കിൽ അടുത്ത ദിവസം ചിലപ്പോൾ 40th റാങ്ക് ആയിരിക്കാം. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ വന്നിരുന്നോ? അതെങ്ങനെ മാനേജ് ചെയ്തു മാർക്ക് കുറയുന്ന സമയങ്ങൾ? അതെ, വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ടെസ്റ്റ് സീരീസ് തുടങ്ങിയ സമയത്ത് തന്നെ ആദ്യത്തെ ഫസ്റ്റ് 2 ടെസ്റ്റ് സീരീസ് ഉണ്ടായിരുന്നല്ലോ. അതില് ഫസ്റ്റ് ടെസ്റ്റ് സീരീസിൽ തുടങ്ങിയ സമയത്ത് ആദ്യത്തെ 2-3 എക്സാംസ് കുഴപ്പമില്ലായിരുന്നു, ഞാൻ അത്യാവശ്യം നന്നായി ചെയ്തു. പിന്നെ ഒരു 2-3 എക്സാം ഞാൻ വളരെ മോശം എന്ന് വെച്ചാൽ കുറച്ച് മോശമായി ചെയ്തു. അപ്പോ അത് എനിക്ക് വളരെ എന്നെ മെന്റലി ഭയങ്കര എഫക്ട് ചെയ്തു. ഞാൻ ഭയങ്കര ഡൗൺ ആയി. അതായത് അവസാനത്തെ ഒരു 2 മാസമാണ്, അതിനു മുന്നേ എനിക്ക് എന്റെ അവസ്ഥ ഇത്രയും ബാക്കിലോട്ടാണോ എന്ന് തോന്നി തുടങ്ങി എനിക്ക്. അപ്പോ എനിക്ക് തോന്നുന്നു എന്റെ പാരന്റ്സ് സപ്പോർട്ട് ചെയ്തു. ഞാൻ ഫ്രണ്ട്സിനെ വിളിച്ച് സംസാരിക്കുകയാണെങ്കിലും അവരൊക്കെ കുറെ എന്നെ സപ്പോർട്ട് ചെയ്തു. പിന്നെ എന്റെ റൂംമേറ്റ്സും വളരെ നല്ല റൂംമേറ്റ്സ് ആയിരുന്നു. എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്ത ആൾക്കാർ ബെൻസിൽ വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോ എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. അറ്റ്ലീസ്റ്റ് ഒരു 2 എക്സാം നമ്മൾ മോശമായി ചെയ്താലും നമുക്ക് നെക്സ്റ്റ് എക്സാം കുറച്ചുകൂടെ ബെറ്റർ ആയി ചെയ്യാൻ പറ്റും എന്ന് എല്ലാവരും പറയും. അവിടുത്തെ കുട്ടികളാണെങ്കിൽ പോലും വളരെ ഒരു ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നു എല്ലാവരും തമ്മിൽ. അപ്പോ എനിക്ക് തോന്നുന്നു നമുക്ക് ബാഡ് ഡേയ്സ് ഉണ്ടാവും. എല്ലാ ദിവസവും ഒരേപോലെ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പൊ 14 hours പഠിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും എന്നെ കൊണ്ട് എല്ലാ ദിവസവും പറ്റിയിട്ടില്ല. ഞാൻ അതൊക്കെ മാർക്ക് ചെയ്ത് വെക്കുമായിരുന്നു. ഏതൊക്കെ ദിവസമാണ് ഞാൻ ഇത്രയും കംപ്ലീറ്റ് ചെയ്തത്, ഏതൊക്കെ ദിവസം ഞാൻ താഴോട്ട് പോയി, എന്താണ് എനിക്ക് അവിടെ അന്നത്തെ ദിവസം എനിക്ക് എന്താ പറ്റിയത് എന്നൊക്കെ ഞാൻ കുറച്ച് നോട്ട് ചെയ്ത് വെക്കുമായിരുന്നു. ഞാൻ ജസ്റ്റ് പറഞ്ഞപ്പോ ഓർക്കുന്ന അഞ്ജനയുടെ ഒരു ബുക്ക് ഉണ്ട് എന്റെ ടേബിളിൽ കേട്ടോ. അഞ്ജന പഠിച്ചതൊക്കെ നോട്ട് ചെയ്ത് വെച്ചത്. അത് എങ്ങനെയാണ് എന്റെ ടേബിളിൽ വന്നത് എനിക്ക് അറിയില്ല. കംപ്ലീറ്റ് ടിക്ക് ചെയ്തിട്ട് ഒരു ബുക്ക് ഉണ്ടായിരുന്നു, ചെറിയ നോട്ട് ബുക്ക്. ഞാൻ ഈ എന്റെ ടേബിളിൽ കണ്ടു. അഞ്ജന എപ്പോഴും വന്നപ്പോ എന്താണ് മറന്നു പോയതായിരിക്കും. ഓക്കെ. അത് ഞാൻ ഓർക്കാൻ കാരണം ഇതേപോലെ നമ്മുടെ കഴിഞ്ഞ ബാച്ചിൽ ഓൾ ഇന്ത്യ റാങ്ക് 1 വന്ന ഫിദയുണ്ട്, നിങ്ങൾക്ക് അറിയാലോ.
ഫിദയ്ക്കും ഇതേപോലെ നോട്ട്ബുക്ക് ഉണ്ടായിരുന്നു. ആള് ഓരോ ചാപ്റ്റേഴ്സിലും ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ 1 by 1 ആയിട്ട് നോട്ട് ചെയ്യും, അതിന്റെ ഡൗട്ടും കാര്യങ്ങളും. അപ്പൊ എനിക്ക് അതിന്റെ ഏകദേശം ഒരു റെപ്ലിക്ക ആയിട്ടാണ് അഞ്ജനയുടെ ആ നോട്ട്ബുക്ക് കണ്ടപ്പോഴും തോന്നിയത്. അതാണ് ഞാൻ ഇപ്പൊ അത് ഓർക്കാൻ കാരണം. ഓക്കെ അഞ്ജന, ഓക്കെ. അപ്പൊ ഫ്രണ്ട്സിനെ കുറിച്ച് പറഞ്ഞു. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ റൂം ഒരു നല്ല എന്താണ് നല്ലൊരു ഫ്രണ്ട്സ് സർക്കിൾ ഉണ്ടായിരുന്നു അല്ലെ? എല്ലാവരും. ഓക്കെ. പിന്നെ ബെൻസിൽ ഹോസ്റ്റൽ ലൈഫ് എങ്ങനെ ഉണ്ടായിരുന്നു ഓവറോൾ? എന്ന് പറഞ്ഞാൽ അയ്യോ, ഓൾറെഡി പറഞ്ഞതുമായിട്ട് കണക്റ്റഡ് ആണ്. എനിക്ക് തോന്നുന്നു ഇപ്പോ ഞാന് ബെൻസിലേക്ക് വരുന്ന സമയത്ത് ഒരിക്കലും ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും ഹോസ്റ്റലിനല്ല ഞാൻ വിചാരിച്ചു വന്നത്. ഞാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും, നമ്മൾക്ക് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരിക്കും, നമ്മള് എല്ലാരും കൂടെ പഠിക്കുന്ന കണ്ടിട്ട് നമുക്ക് സ്ട്രെസ് ആവും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നില്ല ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നത്. എനിക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നത്. എല്ലാവരും പഠിക്കുമെങ്കിലും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പൊ ജാമിലെ കുട്ടികളും നമ്മുടെ റൂമിലുണ്ടായിരുന്നു. അപ്പൊ അവര് വന്ന് നമ്മളോട് ഡൗട്ട് ചോദിക്കുമ്പോൾ തന്നെ നമ്മുടെ ബേസിക്സ് ഭയങ്കരമായിട്ട് ക്ലിയർ ആവും. നമ്മൾക്ക് കുറച്ചുകൂടെ അറിയാത്ത കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ തുടങ്ങി. അതേപോലെ നമ്മൾ അവർക്കും പറഞ്ഞു കൊടുക്കും, ഇങ്ങനത്തെ എക്സാംസ് ഒക്കെ ഉണ്ട്, ജാമും ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഓപ്പർച്യൂണിറ്റി. അപ്പൊ വളരെ കോപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരു എൻവയൺമെന്റ് ആയിരുന്നു. പിന്നെ ഇടയ്ക്ക് പുറത്തു പോകും, അങ്ങനെയൊക്കെ എല്ലാം ഓക്കെ ആയിരുന്നു. എനിക്ക് ഹോസ്റ്റലിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു കംപ്ലൈന്റ് ആയിട്ടൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഹോസ്റ്റലിൽ നിന്നപ്പോൾ എനിക്ക് 6 months വളരെ സ്ട്രെസ് ഫ്രീ ആയിട്ട് നന്നായി പഠിക്കാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഓക്കെ ഓക്കെ. അപ്പം ഏതാണ് ബെസ്റ്റ്? നിങ്ങൾ ഇപ്പൊ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ചില ഡേയ്സ് ഏറ്റവും മാക്സിമം പ്രിപ്പയർ ചെയ്ത, അല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ നമ്മുടെ ഫുൾ എഫേർട്ട് ഇട്ട ചില ദിവസങ്ങൾ ഉണ്ടാവും. അപ്പൊ ഞാൻ പറയുമ്പോൾ ഞാൻ എന്റെ എന്താണ് നെറ്റ് എക്സാമില് ചില ദിവസങ്ങളൊക്കെ മോർണിംഗ് 5 o'clock വരെ നമ്മൾ വായിക്കുന്ന ദിവസങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ചില സമയം. അപ്പൊ അങ്ങനെ അഞ്ജനക്ക് അങ്ങനെ പെട്ടെന്ന് ആലോചിക്കുമ്പോൾ ഓർമ്മയിൽ വരുന്ന ചില ദിവസങ്ങളുണ്ടോ? ഫുൾ എഫിഷ്യന്റ് ആയി വർക്ക് ചെയ്തു, ഈവൻ ഉറങ്ങാൻ എന്ന് പറഞ്ഞാൽ മോർണിംഗ് 5. ഞാൻ അങ്ങനെ പറയുന്നില്ല, ചില ആളുകൾക്ക് ഉണ്ടാവും നമ്മൾ ഈ ഇത്രയൊക്കെ അച്ചീവ് ചെയ്ത് തിരിഞ്ഞു നോക്കുമ്പോൾ ചില ഡേയ്സ് ഒക്കെ നമുക്ക് വളരെ സ്പെഷ്യൽ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ദിവസങ്ങൾ. ഓ ഉണ്ട്. ചില ദിവസങ്ങള് എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വീക്ക് ഒക്കെ വളരെ ഞാൻ കുറച്ച് ഡൗൺ ആയി. അപ്പൊ എനിക്ക് മാർക്കും കാര്യങ്ങളും കുറയാൻ തുടങ്ങി, ഞാൻ മെന്റലി ഡൗൺ ആയി തുടങ്ങി, എനിക്ക് ഇങ്ങനെയൊന്നും പറ്റില്ല എന്ന്. അതിനുശേഷം ഞാൻ എന്നെ തന്നെ പറഞ്ഞ് കുറച്ച് ഇല്ല എന്നെ കൊണ്ട് ഇത് പറ്റും എന്നൊക്കെ പറഞ്ഞ് എന്നെ തന്നെ കുറച്ച് മോട്ടിവേറ്റ് ചെയ്തിട്ട് ഞാൻ അടുത്ത ദിവസം ഒരു 14 hours കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ എനിക്ക് വളരെ, എനിക്കറിയില്ല എന്താ എന്താ ആ ഫീലിംഗിന്റെ പേരെന്താന്ന് അറിയില്ല, പക്ഷെ വളരെ സന്തോഷമായിരുന്നു. ലൈക്ക് നമ്മള് തീരെ പറ്റില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ നിന്നിട്ട് നമ്മളെ തന്നെ പുഷ് ചെയ്തിട്ട് ഫോർവേഡ് കൊണ്ടുപോയില്ലേ, അത് അത് എത്തിക്കഴിയുമ്പോ, ആ സക്സസ് എത്തിക്കഴിയുമ്പോ ഉള്ള ഒരു ഫീലിംഗ് വളരെ പറയാൻ പറ്റാത്തൊരു ലൈക്ക് എന്താ അത് പറയാ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മളൊരു ഓവറോൾ 6 to 8 months നോക്കുമ്പോൾ പല സമയങ്ങളിലും നമ്മൾ എന്ത് ചെയ്യും, ചില സമയത്ത് ഡൗൺ ആകുന്ന സമയങ്ങളൊക്കെ ഉണ്ടാകാം. അതെ അതെ അതിൽ നിന്ന് എത്രയും പെട്ടെന്ന് തിരിച്ചു വരിക എന്നുള്ളതാണ്. അപ്പം അതെ അതെ. ഓക്കെ. പിന്നെ ഇതേപോലെ തന്നെ ഇപ്പൊ നിങ്ങൾക്ക് ഇത്രയും എക്സാമുകളൊക്കെ അച്ചീവ് ചെയ്തു, ഏത് റിസൾട്ട് വന്നപ്പോഴാണ് ഏറ്റവും ഹാപ്പി അല്ലെങ്കിൽ ഏറ്റവും എക്സൈറ്റ്മെന്റ് വന്നത്? എല്ലാ റിസൾട്ടും കാരണം ഇമ്പോർട്ടന്റ് എല്ലാം ആയിരുന്നു. ഒരുപാടില്ലേ? കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ലിസ്റ്റിൽ ഇനി വിട്ടുപോയെന്ന് എനിക്ക് അറിയില്ല. പാർക്ക് ആണെങ്കിലും ടിഫർ ആണെങ്കിലും എനിക്കൊന്ന് ടിഫറിന്റെ റിസൾട്ട് വന്നപ്പോ ഞാൻ അഞ്ജന അത് എനിക്ക് ഫീൽ ചെയ്തു. അഞ്ജന വളരെ എക്സൈറ്റഡ് ആയിരുന്നു. അതെ, അപ്പൊ ഏതാണ് ഏറ്റവും സ്പെഷ്യൽ? എല്ലാം വളരെ സ്പെഷ്യൽ ആണ്. അങ്ങനെ ഒരു ഓക്കെ. എക്സാം പറയാൻ പറ്റില്ല. ടിഫർ എനിക്ക് തോന്നുന്നു എക്സ്ട്രാ സ്പെഷ്യൽ കുറച്ചായിരുന്നു. എന്താന്ന് വെച്ചാ ഞാൻ കുറച്ചധികം എഫേർട്ട് അതിന്റെ പിന്നാലെ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് അതിന് ഫുൾ താങ്ക്സ് പറയാനുള്ളത് ഇജാസ് സാറിനോടാണ്. ബിക്കോസ് ഞാൻ എക്സാമിന്റെ മുന്നത്തെ ദിവസം വരെ എനിക്ക് ഡൗട്ട് ആയിരുന്നു. ഞാൻ ടിഫറിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ എനിക്ക് കുറെ ഡൗട്ട് ഉണ്ടായിരുന്നിട്ട് ഞാൻ അവസാനത്തെ ദിവസമാണ് സാറിനെ പോയി കാണുന്നതും. എനിക്ക് ഓൾമോസ്റ്റ് രാത്രി വരെ ഇരുന്ന് എക്സാമിന് എനിക്ക് മുന്നേ. ഓർമ്മയുണ്ട് സാർ, എനിക്ക് ഒരു 4 to 5 hours സാറ് അതെ 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 ഡൗട്ട് ഒക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതെ, അത് ഫുൾ സാർ ഇരുന്ന് ക്ലിയർ ചെയ്ത് തന്നു, ഇത് ഇങ്ങനെയാണ് അങ്ങനെ എല്ലാം പറഞ്ഞു തന്നു. അത് എനിക്ക് അത്രയും സാറും ഇത്രയും എഫേർട്ട് ഇട്ടിട്ട് എനിക്ക് അയ്യോ കിട്ടിയില്ലല്ലോ എന്നായപ്പോ എനിക്ക് കുറച്ച് സങ്കടമായി. ലൈക്ക് മുംബൈയുടെ റിസൾട്ട് വന്നപ്പോ എനിക്ക് കിട്ടിയില്ല, ഹൈദരാബാദ് ആയിരുന്നു എനിക്ക് കിട്ടിയത്. അപ്പൊ അതിന്റെ ഒരു ആ വിഷമം എനിക്ക് ഓർമ്മയുണ്ട് മാറി. അഞ്ജന മുകളിൽ നിന്ന് ഓടി വന്ന് റിസൾട്ട് അതെ പറയുന്നത് അതെ. ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു വിഷമം മാറാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടായിരിക്കും അത് അത്ര സ്പെഷ്യൽ ആയി തോന്നിയത്. അല്ലാതെ എല്ലാ റിസൾട്ട്സും എക്സ്ട്രാ സ്പെഷ്യൽ തന്നെയാണ്. ഓക്കെ ഓക്കെ. അതേപോലെ പ്രിപ്പറേഷന്റെ സമയത്ത് നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു, അസൈൻമെന്റ്സ് ഒരുപാട്. ഇജാസ് സാർ, എസ്പെഷ്യലി ഇജാസ് സാർ അത്രയും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങളെ കൊണ്ട് ക്ലാസ്സിൽ തന്നെ ചെയ്യിക്കാറ്. അപ്പൊ ഇത് നിങ്ങൾ വളരെ പോസിറ്റീവ് ആയിട്ട് ചില കുട്ടികൾ പറയും അയ്യോ ഇത്രയൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. പക്ഷെ ഇത്രയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയും ഔട്ട്സ്റ്റാൻഡിംഗ് റിസൾട്ട് ഓവറോൾ ബെഞ്ചിലും വരുന്നത്. ഈവൻ നമ്മുടെ കേരളത്തിലുള്ള നമ്പർ ഓഫ് സെലക്ഷൻ ഒക്കെ കൂടാനുള്ള കാരണം ഇത്രയും പ്രോബ്ലംസ് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്തു. ഇത് ഒരു എന്താണ്, എങ്ങനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്തു?
അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നു നമ്മൾ കോൺസെപ്റ്റ് മേ ബി 2-3 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതിലും എത്രയോ കൂടുതൽ ഡെപ്ത് ആയിട്ടുള്ള നോളജ് നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്താൽ കിട്ടും. ബിക്കോസ് എന്റെ കേസിൽ അങ്ങനെയായിരുന്നു. ഞാൻ കോൺസെപ്റ്റ് വായിക്കും, എനിക്ക് അത് വെച്ചിട്ട് ചില ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റാറുള്ളൂ. എല്ലാ ക്വസ്റ്റ്യൻസ് ഒന്നും ജസ്റ്റ് കോൺസെപ്റ്റ് വായിച്ചത് വെച്ച് സോൾവ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ ലാസ്റ്റ് ടെസ്റ്റ് സീരീസിലാണെങ്കിലും അത്രയും ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്ത് ആ ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ സൊല്യൂഷൻ ഇത് എങ്ങനെയാണ് വന്നത് എന്ന് നോക്കുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ നോളജ് ബിൽഡ് ചെയ്യാൻ പറ്റിയത്. അതായത് ഇപ്പോ ഇത് ഇങ്ങനെയും വരാല്ലേ ഈ കോൺസെപ്റ്റില്, അങ്ങനെ ഒരു തോട്ട് വരാൻ തുടങ്ങി. അപ്പോ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കൂടുതലായിട്ട് ബെറ്റർ ആയിട്ടുള്ള ഒരു നോളജ് ബിൽഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുള്ളൂ. അത് അല്ലാതെ കോൺസെപ്റ്റ് മാത്രം വായിച്ചത് കൊണ്ട് ഒരിക്കലും എല്ലാ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യാൻ പറ്റണം എന്നില്ല. ഓക്കെ ഓക്കെ. അതേപോലെ ബെൻസിനിൽ നിങ്ങൾക്ക് കിട്ടിയ ഒരു നിങ്ങളുടെ ക്ലാസ് റൂം ഞങ്ങളിപ്പം കഴിഞ്ഞ ബാച്ചുകളിലൊക്കെ നോക്കുമ്പോൾ മാക്സിമം സ്ട്രെങ്ത് ഉണ്ടായിരുന്ന ബാച്ച് നിങ്ങളുടെയാണ്. അപ്പൊ അതിൽ ആ ഒരു കോമ്പറ്റീഷൻ ഡെഫിനറ്റ് ആയിട്ടും ഇതുപോലത്തെ കോമ്പറ്റേറ്റീവ് എക്സാമിന് കോമ്പറ്റീഷൻ റിയൽ ടൈമിൽ വേണം. നിങ്ങൾക്ക് ആ ഒരു റിയൽ എക്സാം ഫീൽ കിട്ടുമല്ലോ. അപ്പൊ ആ ഒരു കോമ്പറ്റീഷൻ എങ്ങനെ ഉണ്ടായിരുന്നു, അത് നിങ്ങൾ എത്രത്തോളം ഹെൽപ്പ് ചെയ്തു? നിങ്ങളെല്ലാവരും വളരെ ഫ്രണ്ട്ലി ആയിരുന്നു നമുക്കറിയാം. പക്ഷെ സ്റ്റിൽ അതിന്റെ കൂടെ നമുക്ക് ഒരു കോമ്പറ്റീഷൻ കിട്ടുമ്പോൾ നല്ല അഡ്വാൻറ്റേജ് ഉണ്ടായിട്ടുണ്ടാവും നിങ്ങളുടെ പ്രിപ്പറേഷനിൽ. അപ്പൊ എങ്ങനെ ഹെൽപ്പ് ചെയ്തു നിങ്ങളുടെ പഠനത്തെ? സാർ പറഞ്ഞ പോലെ തന്നെ വളരെ നല്ല റിലേഷൻഷിപ്പ് ആണ് എല്ലാവരും തമ്മിൽ. ആരും അങ്ങനെ ഒരു അയ്യോ എനിക്ക് മാർക്ക് കിട്ടാൻ പാടില്ല വേറൊരാൾക്ക് അങ്ങനെ ഒരു എൻവയൺമെന്റ് എനിക്ക് അവിടെ കണ്ടിട്ടില്ല. ഇപ്പൊ വേറൊരു കുട്ടിക്ക് ആ ആൻസർ കിട്ടിയാൽ തന്നെ പോയി ചോദിച്ചാൽ അവർ പറഞ്ഞു തരും ഇങ്ങനെയാണ് ചെയ്തത് ഇതുകൊണ്ടാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ. അതുകൊണ്ട് വളരെ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ആയിരുന്നു. എനിക്ക് തോന്നിയില്ല, കാരണം നമ്മൾ എക്സാം കഴിഞ്ഞിട്ട് നമ്മൾ സ്കോർ അനാലിസിസ് കഴിഞ്ഞിട്ട് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എല്ലാവരും ഓരോരോ ഗ്രൂപ്പായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് കാണാം. നിങ്ങൾ അതിനെ വളരെ പോസിറ്റീവ് ആയിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ നല്ലൊരു കോമ്പറ്റീഷൻ നിങ്ങൾക്ക് കിട്ടി അല്ലെ? ഇത്രയും നല്ല സ്റ്റുഡൻസ് ഉള്ളത് കൊണ്ട് തന്നെ. നേരത്തെ അഞ്ജന തുടക്കത്തിൽ പറഞ്ഞ പോലെ പല യൂണിവേഴ്സിറ്റി ടോപ്പേഴ്സും ഉണ്ടായപ്പോ അവരുടെ കൂടെ കോമ്പീറ്റ് ചെയ്യാനും ഈവൻ എന്താണ് എല്ലാ ആളുകൾക്കും ഡൗട്ട് ക്ലിയർ ചെയ്യാനൊക്കെ അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഓക്കെ. പിന്നെ കോഴ്സ് കഴിഞ്ഞ് എങ്ങനെ ഉണ്ടായിരുന്നു ഓവറോൾ? കഴിഞ്ഞു, ഇപ്പം പ്രിപ്പറേഷൻ ഒന്നും കാര്യമായിട്ടില്ലല്ലോ. അപ്പം ഇത്രയും കാലം 14 hours 13 hours ഒക്കെ പഠിച്ചു. ഇപ്പം എങ്ങനെയാണ് ഒരു ഏതായിരുന്നു രസം? ഇപ്പം ഓൾമോസ്റ്റ് ഒരു ഫ്രീ ആയിരിക്കാം. തിരിഞ്ഞു നോക്കുമ്പോ ഒരു പ്രിപ്പറേഷൻ ആയിരുന്നു രസം, അല്ലെങ്കിൽ ഇങ്ങനെ ഫ്രീ ആയി നിൽക്കുന്നതാണോ രസം? രണ്ടും രസമാണ്, പക്ഷെ രണ്ടും കുറച്ച് പാടുമാണ്. അതായത് ഇപ്പൊ ഇങ്ങനെ നോക്കുമ്പോ ഇനിയും അതേപോലെ സ്റ്റേജിലേക്ക് ബിൽഡ് ചെയ്യണമല്ലോ. ഇപ്പൊ ഒരു ജോബ് എന്ന് പറഞ്ഞ് നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു PhD എന്ന് പറയുമ്പോൾ അതിന് ഇതിനേക്കാളും കൂടുതൽ വർക്ക് വേണ്ടി വരുമായിരിക്കും. അപ്പോ ഇപ്പൊ കുറച്ചൊന്ന് ഡൗൺ ആയതുകൊണ്ട് ഇനി അതെങ്ങനെ ബിൽഡ് ചെയ്ത് പിന്നെയും കൊണ്ടുവരാമെന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. ഓക്കെ. എങ്ങനെ ഉണ്ടായത് ഇന്റർവ്യൂ എക്സ്പീരിയൻസ്? എനിക്ക് തോന്നുന്നു അപ്പം IIT മദ്രാസിന്റെ ഇന്റർവ്യൂ കഴിഞ്ഞു, ടിഫർ അതേപോലെ ഒരുപാട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തില്ലേ? അപ്പൊ ഇന്റർവ്യൂ ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു അപ്രോച്ച് ആണ്, അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് പോകുന്നതിന് മുന്നേ ഇപ്പൊ 2-3 ഇന്റർവ്യൂ ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് ഇങ്ങനെയാണ് ഡുവബിൾ ആണ് എന്നുള്ളൊരു ഫീൽ വന്നു, അല്ലെങ്കിൽ വളരെ ഡിഫിക്കൽട്ട് ആയിരുന്നു? അല്ല, എനിക്ക് ഞാൻ പറഞ്ഞ പോലെ ആദ്യം വന്നപ്പോ ഉള്ള ഒരു കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു. പക്ഷെ പിന്നെ എന്റെ കയ്യിൽ ഇത്രയും നോളജ് ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് ഇത്രയും കാര്യങ്ങൾ അറിയാം എന്നുള്ളത് ഒരു കോൺഫിഡൻസ് ആണല്ലോ. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നു എല്ലാ ഇന്റർവ്യൂവിന് പോയപ്പോഴും. ചില ക്വസ്റ്റ്യൻസ് ഒന്നും എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടില്ല, എല്ലാ ക്വസ്റ്റ്യൻസ് ഒന്നും ആൻസർ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ എന്നെ കൊണ്ട് ഞാൻ പറയുന്നതൊന്നും അവർക്ക് എനിക്ക് തോന്നുന്നില്ല ഒരു ഈ കുട്ടി അങ്ങനെ മഗപ്പ് ചെയ്ത് അല്ലെങ്കിൽ ബൈഹാർട്ട് പഠിച്ച് പറഞ്ഞതാന്ന് തോന്നിയിട്ടുണ്ടാവില്ലായിരിക്കും. അതിന് ആക്ച്വലി നമ്മൾ കോൺസെപ്ച്വൽ ആയിട്ട് ബിൽഡ് ചെയ്താൽ തന്നെ ഇന്റർവ്യൂസ് നമുക്ക് നന്നായി പറയാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഒരു സാധനം ഇങ്ങനെയാണ് പഠിക്കുന്നതിന് പകരം അതിന്റെ എല്ലാ കോസസും എന്താണ്, അതിൽ ഡിഫറെന്റ് ആയിട്ടുള്ള വേരിയബിൾസ് എന്തൊക്കെയാണ്, അവിടെ എന്തൊക്കെ ചേഞ്ചസ് വരുത്താം എന്നൊക്കെ നമ്മൾ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ ഇന്റർവ്യൂവിന് പോവാണെങ്കിൽ നമുക്ക് പാസ്സായി വരാൻ പറ്റുന്ന ഒരു സാധനമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു അഞ്ജനയുടെ കേസിൽ അഞ്ജന അറ്റൻഡ് ചെയ്ത ISC-ലാണെങ്കിലും എല്ലാം കിട്ടിയിട്ടുണ്ടല്ലോ അല്ലെ ഇന്റർവ്യൂ? ഓക്കെ. ഇന്റർവ്യൂ എവിടെയായിരുന്നു ഏറ്റവും ഫ്രണ്ട്ലി ഇന്റർവ്യൂ ഉണ്ടായത്? ISC ആണോ? രണ്ടും വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. എനിക്ക് കിട്ടിയ പാനൽ എല്ലാം എനിക്ക് എന്നെ ഭയങ്കര കംഫർട്ടബിൾ ആക്കാൻ നോക്കിയ പാനൽസ് ആയിരുന്നു. ഞാൻ ആദ്യം കയറിയപ്പോ കുറച്ച് നെർവസ് ആയിരുന്നു. അപ്പോ എല്ലാവരും ഇല്ല, നെർവസ് ആവേണ്ട ആവശ്യമില്ല, നമുക്ക് കംഫർട്ടബിൾ ആയി നല്ല പറഞ്ഞാൽ മതി, ഉത്തരങ്ങൾ പറഞ്ഞാൽ മതി എന്നുള്ള പാനൽസ് ആയിരുന്നു. അതുകൊണ്ട് വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള പാനൽസ് ആയിരുന്നു എനിക്ക് കിട്ടിയത്. ഓക്കെ ഓക്കെ. അപ്പൊ എന്താണ് അടുത്ത ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇനിയിപ്പോ കഴിഞ്ഞ ഇതേപോലെ ഒരു ഡിസ്കഷനിൽ ഒരു സ്റ്റുഡന്റിനോട് പറഞ്ഞത്, സർ പലതും കിട്ടിക്കഴിയുമ്പോൾ ഇനി എവിടെ ജോയിൻ ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും വലിയ കൺഫ്യൂഷൻ. അത് പ്രിപ്പറേഷനേക്കാളും വലിയൊരു കൺഫ്യൂഷൻ ആണ് എന്നുള്ളതാണ്. അപ്പം ഇപ്പൊ എന്താണ്, എവിടെ ജോയിൻ ചെയ്യണം തീരുമാനമായോ അല്ലെങ്കിൽ സ്റ്റിൽ ഡിസ്കഷൻ ഗോയിങ് ഓൺ?
സ്റ്റിൽ ഡിസ്കഷൻ ഗോയിങ് ഓൺ ആണ്. എനിക്ക് ബാർക്കിന്റെ ഇന്റർവ്യൂ കൂടെ ഉണ്ട് ബാക്കി. അത് കുറച്ചുകൂടി ജൂൺ നന്നായി 6 ബാർക്ക് വരുന്നത്. അല്ല 10th വരുന്നത്. 10th അഞ്ജന. അപ്പൊ ഞാൻ അത് ബെറ്റർ ആയി ചെയ്യണം എന്നൊരു ഇതിലാണ് ഇപ്പൊ ഉള്ളത്. അത് ചെയ്തു കഴിഞ്ഞാൽ ആസ് എ ജോബ് ഒരു വളരെ നല്ലൊരു പ്രൊഫഷൻ ആണല്ലോ. അപ്പൊ അങ്ങനെ ഞാൻ നോക്കുന്നുണ്ട്. പക്ഷെ എല്ലാം ഒരു ഡിസിഷൻ ഇപ്പൊ പെൻഡിങ് ആണ്. കുട്ടി പറഞ്ഞത് വളരെ ശരിയാണ്. നമുക്കൊരു കൺഫ്യൂഷൻ സ്റ്റേജ് ആണ്. ഇപ്പൊ കുറെ കിട്ടിയത് കൊണ്ട് ഇപ്പൊ ഏതിലോട്ട് പോകണം എന്നുള്ള കൺഫ്യൂഷൻ ആണ്. അല്ല, അത് എനിക്ക് തോന്നുന്നത് വലിയൊരു ഫാക്ട് ആണെന്ന് തോന്നുന്നില്ല. എല്ലാവരും പറയാം IAC, മദ്രാസ്, ടീച്ചർ ഒക്കെ കിട്ടുമ്പോ വിച്ച് വൺ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ അവിടെ വരുമല്ലോ. അതെ അതെ കറക്റ്റ്. ലൈക്ക് എല്ലാം പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ്. വളരെ നല്ല ഫാക്കൽറ്റീസും എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അപ്പോ ഏത് ചൂസ് ചെയ്യണം എന്നുള്ള ഒരു ഡിസിഷൻ അത് വളരെ കഷ്ടമാണെന്ന് തോന്നുന്നു. എല്ലാവർക്കും കഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ. അതേപോലെ തന്നെ നിങ്ങളൊരു എന്തായാലും ബെഞ്ചിൽ നിങ്ങൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. ഡെഫിനറ്റും ഒരുപാട് ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ചോദിക്കാൻ കാരണം പണ്ട് കുട്ടികൾ IAC ഇന്റർവ്യൂ, അപ്പൊ ഞാനൊക്കെ പോയി എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ 1-2 പേര് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമൊന്നും ഉണ്ടാവില്ല. അപ്പൊ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചോദിക്കാനോ അല്ലെങ്കിൽ ഒരു എങ്ങനെയാണ് ഇന്റർവ്യൂ അതൊന്നും ചോദിക്കാൻ ആരും ഉണ്ടാവില്ല. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾ ടിഫറിൽ പോകുന്ന സമയത്ത് ഒരുപാട് നിങ്ങളുടെ ക്ലാസ്മേറ്റ്സ് ഉണ്ടായിരുന്നു. മദ്രാസിൽ പോയപ്പോൾ മദ്രാസ് ലിസ്റ്റ് വന്നപ്പോൾ 10 പേര് സെലക്ടഡ് സ്റ്റുഡൻസ് ഉണ്ട് നമ്മുടെ ബെഞ്ചിൽ തന്നെ. അപ്പൊ എല്ലാ സ്ഥലത്തും ഈ ഒരു ബെഞ്ചിൽ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഫ്രണ്ട് സർക്കിൾ നിങ്ങൾ എത്രത്തോളം എന്താണ് വാല്യുബിൾ ആയി വന്നു ഇപ്പൊ? എനിക്ക് ഞാൻ ആദ്യം IIT മദ്രാസിൽ അപ്ലൈ ചെയ്യുന്നത് തൊട്ട് ഇന്റർവ്യൂവിന്റെ മുന്നേ വരെ ഞാൻ എപ്പോഴും കോണ്ടാക്ട് ചെയ്തത് ബെൻസിലിന്റെ ആൾക്കാരായിരുന്നു. ഇപ്പൊ മദ്രാസ് ആയിക്കോട്ടെ, ഇപ്പൊ അവിടെ പഠിച്ചിറങ്ങിയ ഇർഷാദക്ക, എല്ലാവരുടെ ഞാൻ കോൺസ്റ്റന്റ്ലി കോൺടാക്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ലൈക്ക് എങ്ങനെയാണ് അവിടുത്തെ ഇന്റർവ്യൂ റൗണ്ട്സ് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കാൻ. എനിക്ക് തോന്നുന്നു അവര് തന്ന ഇൻസൈറ്റ്സ് വെച്ചാണ് കുറച്ചുകൂടെ ഈസി ആയത് ഇന്റർവ്യൂ. ഇങ്ങനെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, അതായത് നമുക്ക് ഓൾറെഡി അറിയാം ഇങ്ങനെയൊക്കെ ആയിരിക്കും കാര്യങ്ങൾ എന്നുള്ളൊരു പ്രീസെറ്റ് ആയിട്ട് അവർ പറഞ്ഞു തന്ന കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയത്. പിന്നെ ഇപ്പൊ തന്നെ എന്റെ ക്ലാസ്സിലെ കുട്ടികൾ തന്നെയാണെങ്കിൽ ഇപ്പോഴും നമ്മൾ IAC എന്തായി ഓരോ ഇന്റർവ്യൂ കഴിയുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും എങ്ങനെ അതെ എല്ലാരടുത്തും. ദേവദത്തനായിക്കോട്ടെ ആരാണെങ്കിലും ഇങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഇപ്പൊ തന്നെ ഒരു മെയിൽ വന്നു കഴിഞ്ഞാല് ആൾക്കും വന്നോ എന്ന് ഞാൻ ചോദിക്കും. അങ്ങനെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എല്ലാവരും വളരെ ഉണ്ട്. നമ്മൾ കാണുന്ന പോലെയല്ല. കാരണം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഇജാസ് സാർ ഞങ്ങൾ IIT മദ്രാസിലുള്ള സമയത്ത് സാറ് പറയായിരുന്നു, സാറ് മാത്രമാണ് MSCക്ക് ഒരാളുള്ളൂ. കേരളത്തിൽ നിന്ന് വരട്ടെ മലയാളി സ്റ്റുഡന്റ് ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരുപാട് പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. ആ സ്ഥാനത്ത് നിങ്ങൾ PhDക്ക് പോയാൽ ഇപ്പൊ എല്ലായിടത്തും നമ്മൾ ഒരുപാട് കുട്ടികളില്ലേ, അത് നിങ്ങൾക്കൊരു വീട്ടിൽ ചെല്ലുന്ന ഫീലാണ് ആക്ച്വലി പറയുകയാണെങ്കിൽ. ഇപ്പോൾ ട്രാവൽ ആണെങ്കിലും അവിടെ എത്തി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴൊക്കെ നിങ്ങളുടെ ഒരു ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ടാകുന്നത് എനിക്ക് തോന്നുന്നു ഇതൊക്കെ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആണ് ആക്ച്വലി. വളരെ വളരെ ഹെൽപ്ഫുൾ ആണ് ആക്ച്വലി. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ ആഫ്റ്റർ ഓൾ ജസ്റ്റ് ബെൻസിലെ 6 months എന്ന് പറഞ്ഞാൽ ആലോചിക്കുമ്പോ ഏറ്റവും ആദ്യം ഓർമ്മ വരുന്നത് എന്താണ്? Day 1 ആണോ, ഫസ്റ്റ് വന്നതാണോ, അല്ലെങ്കിൽ ഓവറോൾ ലാസ്റ്റ് 8 months റിസൾട്ട് വന്ന ഡേ ആണോ, അല്ലെങ്കിൽ അസൈൻമെന്റ്സ് ചെയ്ത് തീരാത്തതാണോ, അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ വീക്കെൻഡിൽ പുറത്തു പോകുന്നതാണോ? എന്താണ് ഏറ്റവും ആദ്യം സ്ട്രൈക്ക് ചെയ്യുന്നത്? കുറെ നല്ല മെമ്മറീസ് ഉണ്ടായിട്ടുണ്ട്. എനിക്കിപ്പോഴും വളരെ ആലോചിക്കുമ്പോ ശരിക്കും അത്രയും കഷ്ടപ്പെട്ട് പഠിക്കുന്ന സമയത്തും വളരെ എൻജോയബിൾ ആക്കി തന്ന ഒരു എൻവയൺമെന്റ് ആണ് എനിക്ക് ബെൻസിൽ എന്ന് പറയാനുള്ളത്. എനിക്ക് നമ്മുടെ ഒരു 1-2 എക്സാം, കാരണം കുട്ടികൾക്ക് ഒരു കോച്ചിങ് എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അങ്ങനെ ആയിരുന്നോ? കുറച്ച് മൊമെന്റ്സ് ഒന്ന് ഷെയർ ചെയ്യാം അവരുമായിട്ട്. അതെ, എനിക്ക് തോന്നുന്നു നമ്മൾ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയി ഇരിക്കുന്ന ഒരു സമയമായിരുന്നു അവസാനത്തെ എക്സാമിന്റെ കുറച്ച് ദിവസങ്ങൾക്കോ അല്ലെങ്കിൽ ഒരു മാസം മുന്നേങ്ങാനും. അപ്പൊ നമ്മളെല്ലാവരും നമ്മുടെ ഹോൾ ക്ലാസ് എങ്ങനെ ഇത് പാസ്സായി എടുക്കണം, എങ്ങനെ ഈ CRF കിട്ടും എന്നുള്ള ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് സാറുമാര് വന്നിട്ട് നമുക്കൊരു ട്രിപ്പ് പോവാം, ഒരു ദിവസം നമുക്കൊന്ന് റിലാക്സ് ചെയ്യാം, അപ്പൊ നമുക്ക് കുറച്ച് നന്നായി പഠിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് ആ ട്രിപ്പ് വളരെ മെമ്മറബിൾ ആയിരുന്നു. എനിക്ക് ഇപ്പോഴും അറിയാം, ഞാൻ ക്ലാസ്സിൽ സംസാരിക്കാത്ത പലരുമായിട്ട് അന്ന് സംസാരിച്ചു. എന്നിട്ട് വളരെ ഭയങ്കര നല്ലൊരു സ്പെഷ്യൽ മൊമെന്റ്സ് ഒക്കെ ഉണ്ടാക്കി തന്ന ഒരു ട്രിപ്പായിരുന്നു അത്. നമ്മൾ പോയതും ആ ബസ്സിലെ ജേർണി ആയിക്കോട്ടെ എല്ലാം വളരെ എൻജോയബിൾ ആയിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞ് വന്നപ്പോ നമ്മൾക്ക് ഇങ്ങനെ ഇവരൊക്കെ ഇത്രയും നമ്മൾക്ക് ക്ലോസ് ആണല്ലേ എന്ന് നമുക്കൊരു തോട്ട് വന്നു തുടങ്ങി. ഭയങ്കര ഒരു ബോണ്ടിങ് കണക്ഷൻ വന്നു ആ ട്രിപ്പ് കഴിഞ്ഞപ്പോ. ആൻഡ് അത് കഴിഞ്ഞപ്പോ നമ്മൾ അത്രയും സ്ട്രെസ്സിൽ നിന്നിട്ട് ആ ട്രിപ്പ് വന്നപ്പോ സ്ട്രെസ് ഒന്ന് കുറഞ്ഞു. പിന്നെ നമുക്ക് കുറച്ചുകൂടെ നന്നായി പഠിക്കാൻ പറ്റിയെന്ന് എനിക്ക് തോന്നി. അതായത് ബാക്ക് ടു ശരി, ഇനി ഇത്രയും ഒരു റിലാക്സ് ചെയ്ത സ്ഥിതിക്ക് നമ്മൾ കുറച്ചുകൂടെ ബെറ്റർ ആയി ചെയ്യണമല്ലോ, അങ്ങനെ ഒരു തോട്ട് വന്നു തുടങ്ങി. അത് വൺ ഓഫ് ദ ബെസ്റ്റ് മെമ്മറീസ് ആയിരുന്നു. ലൈക്ക് ആ ട്രിപ്പ് എന്ന് പറയുന്നത് ബെൻസിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് മെമ്മറീസ് ആയിരുന്നു എനിക്ക്. ഓക്കെ. പിന്നെ ഏർലി മോർണിംഗ് ക്ലാസ് കംഫർട്ടബിൾ ആയിരുന്നു. 6:30 തുടങ്ങല്ലോ നിങ്ങളുടെ ക്ലാസ്?
അതെ അതെ അത് നല്ലൊരു ടൈമിംഗ് ആണെന്ന് തോന്നുന്നില്ലേ? ഒരു ഫ്രഷ് മൈൻഡിൽ വന്ന് ക്ലാസ് അതെ അറ്റൻഡ് അതെ ചെയ്യുന്നത്. എനിക്ക് വരുന്ന സമയത്ത് വളരെ കഷ്ടമായിരുന്നു. 6:30 ഞാനൊരു മോർണിംഗ് പേഴ്സണേ അല്ല. രാവിലെ എഴുന്നേക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. അപ്പൊ എനിക്ക് വന്ന സമയത്ത് വളരെ കഷ്ടമായിരിക്കും. എന്നെ കൊണ്ട് ഞാൻ എങ്ങനെയാ ദിവസവും ഈ ക്ലാസ്സിന് എണീറ്റ് പോവാന്നുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം എനിക്ക് തോന്നുന്നു ഞാൻ ഡെയിലി അത് രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴാണ് എനിക്ക് ആക്ച്വലി അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയി വന്നത്. ഇപ്പൊ ഒരു 6:30 to 11:30 ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഡെയിലുള്ള ബാക്കി ഫുൾ ടൈം നമുക്കുണ്ട്. നമുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നമ്മളുടെ എല്ലാ കാര്യങ്ങളും ആ സമയത്തിനുള്ളിൽ ചെയ്ത് നമ്മൾ തീരും. പെൻഡിങ് ആക്കി വെക്കേണ്ട ആവശ്യം വരുന്നില്ല അല്ലെ? ഒന്നും വരുന്നില്ല. ലൈക്ക് നമുക്ക് അന്ന് പഠിച്ചത് റിവൈസ് ചെയ്യാം. പിന്നെ നമ്മളൊരു ഷെഡ്യൂൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഷെഡ്യൂളിലെ കാര്യങ്ങളും നമുക്ക് പഠിച്ചു തീരും. പിന്നെ നമുക്ക് നമ്മളുടേതായ റിലാക്സിംഗ് ആയിട്ടുള്ള ടൈമും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ ആ 4 hours ഫുള്ളി ഫോക്കസ്. പിന്നെ രാവിലെ ആയതുകൊണ്ട് ഫോക്കസ് ചെയ്യാൻ ബെസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു എനിക്ക്. ഞങ്ങൾ ക്ലാസ് കേട്ടത് അതൊക്കെ ഓർമ്മ ഉണ്ടാവുമായിരുന്നു. ഇങ്ങനെയാണ് എന്നുള്ളത് നല്ലോണം ഓർമ്മയിൽ നിൽക്കുമായിരുന്നു അത്. അപ്പോ മോർണിംഗ് ഞാൻ വളരെ കഷ്ടമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് വന്നിട്ടും എനിക്ക് വളരെ ഇഷ്ടമായി. പിന്നെ അവസാനം പോയപ്പോ ലൈക്ക് ഇങ്ങനെ മോർണിംഗ് ആണ് എനിക്ക് ക്ലാസ് കുറച്ചുകൂടെ പ്രിഫറബിൾ എന്ന് തോന്നി. ഈ ആഫ്റ്റർനൂൺ ഒക്കെ വെക്കുന്നതിനേക്കാളും നന്നായി തോന്നിയത് മോർണിംഗ് ആണ്. ഓക്കെ, ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ക്ലാസ്സിലേക്ക് വസീഫ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ അപ്പൊ വസീഫുമായിട്ട് ട്രാവൽ ചെയ്ത് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു അങ്ങോട്ട് കുറ്റ്യാടിയിലേക്ക് പോയിരുന്നു. അപ്പൊ ആ സമയത്ത് ആള് പറഞ്ഞത് ടീച്ചേഴ്സ് നിങ്ങളൊക്കെ ഇങ്ങനെ ക്ലാസ്സിന് 30 JRF 40 JRF ഉണ്ടാവുന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് അതൊരു തമാശയായിരുന്നു. ഞങ്ങളത് ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ പറയും ടീച്ചേഴ്സ് ഇങ്ങനെ ഇതൊക്കെ കിട്ടുന്ന കാര്യമാണോ എന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഇത്രയും ഇപ്പൊ ഇത്തവണ ഈ സൈറ്റിന്റെ റിസൾട്ട് വന്നപ്പോ നിങ്ങൾക്കറിയാം 100+ ക്വാളിഫയേഴ്സും ഇപ്പൊ ഗേറ്റ് ആണെങ്കിലും ടിഫർ ആണെങ്കിലും CS എല്ലാത്തിലും ഇത്രയൊക്കെ നിങ്ങളുടെ ആ ഒരു സ്മോൾ പൂളിൽ നിന്ന് തന്നെ കിട്ടിയപ്പോ നിങ്ങൾ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചിരുന്നോ നിങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് ഇത്ര ഒരു ഇമ്പാക്ട് ഉണ്ടാവും? ഇല്ല. സത്യം സാറ് ഇപ്പൊ ക്ലാസ്സിൽ വന്ന് പറയുമല്ലോ ഇങ്ങനെ ഇത്രയും ആൾക്കാർക്ക് കിട്ടും, നിങ്ങൾക്ക് കിട്ടും. സാറിന് അത്രയും കോൺഫിഡന്റ് ആയിട്ട് സാറ് വന്ന് പറയുമ്പോൾ ഞങ്ങള് ഫുൾ ലൈക്ക് അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാവില്ല. ഇങ്ങനെയൊക്കെ എങ്ങനെയാ ഒരു റിസൾട്ട് ഉണ്ടാവുക എന്നുള്ളൊരു തോട്ടായിരുന്നു എല്ലാവർക്കും. സത്യം പറഞ്ഞാൽ കിട്ടും, കുറച്ചു പേർക്ക് കിട്ടും. പക്ഷെ എല്ലാവർക്കും അങ്ങനെ ഇത്രയും നല്ല റിസൾട്ട് ഒന്നും ഒരിക്കലും ഉണ്ടാവില്ല എന്നാ വിചാരിച്ചത്. പക്ഷെ എല്ലാരും നന്നായി പഠിച്ചു, എല്ലാവർക്കും നല്ല റാങ്ക് ഉണ്ട്, എല്ലാരും നിങ്ങളൊരു മ്യൂച്വൽ ഹെൽപ്പും അതേപോലെ ആ ഒരു ഞാൻ പറഞ്ഞു നല്ലൊരു കോർഡിനേഷൻ നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇടയിൽ ഉണ്ടായിരുന്നു. ആരും നമ്മൾ എത്ര വർക്ക് തന്നാലും ഒരു കംപ്ലൈന്റ് ഒന്നും ആയിട്ട് നമ്മുടെ അടുത്തേക്ക് വരാറില്ലായിരുന്നു. അപ്പൊ നല്ലൊരു ഹാപ്പി എൻവയോൺമെന്റ് ആയിരുന്നു നിങ്ങളുടെ ബാച്ചുമായിട്ട് നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പം ഈവൻ വസീഖ് എന്നോട് പറഞ്ഞ കാര്യമാണിത്. ഞങ്ങൾ ഇത്രയൊന്നും കുട്ടികൾ കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എന്നുള്ളതൊക്കെ. ശരിയാണ്, വളരെ ശരിയാണ്. ലോങ് ടേം പ്ലാൻ എന്താണ്? അക്കാഡമിക്സ് ആണോ ഇൻഡസ്ട്രി ആണോ തീരുമാനമൊക്കെ ആയിട്ടുണ്ടോ? അക്കാഡമിക്സ് ആണ് അത്. ഉറപ്പായിട്ടും അക്കാഡമിക്സ് ആണ്. എനിക്ക് ഇന്ത്യയിലാണോ അല്ലെങ്കിൽ പുറത്തേക്കാണോ നോക്കുന്നത്? ഇന്ത്യയിൽ തന്നെയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ISC-ലോ അല്ലെങ്കിൽ ഈ ടോപ്പ് IIT-ലൊക്കെ ഒരു ഫാക്കൽറ്റി പൊസിഷൻ ഒക്കെ ഇപ്പോഴേ നിങ്ങൾ ഡ്രീം ചെയ്ത് തുടങ്ങണം. അതെ അതെ ഇത് നമ്മൾ എപ്പോഴും പറയുന്നല്ലേ ക്ലാസ്സിലേക്ക്? അതെ. ലൈക്ക് എന്താ പറയാ, വരുന്ന സമയത്ത് ഈ JRF എന്ന് പറഞ്ഞ ഒരു വലിയ ഡ്രീം ആയിരുന്നു. അപ്പൊ ആ ഡ്രീം അച്ചീവ് ചെയ്യാൻ പറ്റി എന്നുള്ളപ്പോ തന്നെ ഇപ്പൊ ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഇപ്പോ അടുത്തൊരു ഡ്രീം നമ്മൾ വെക്കുമ്പോഴും അതും എന്നെ കൊണ്ട് പറ്റും, അതും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും, പോസിബിൾ ആണ് എന്നുള്ള ഒരു വിശ്വാസം ഇപ്പൊ ഉണ്ട്. അതെനിക്ക് തോന്നുന്നു അത് ബെൻസിൽ തന്നതാണ് ആ ഒരു കോൺഫിഡൻസ്. അതിന് ഐ എം ഓൾവേസ് ഗ്രേറ്റ്ഫുൾ ടു ബെൻസിൽ ആ ഒരു കോൺഫിഡൻസ് തന്നതിന്. അല്ല, ഞങ്ങൾ ഓൾ ബെൻസിൽ ടീം വളരെ ഹാപ്പിയാണ്. അത് തന്നെയാണ് അപ്കമിങ് എവിടേക്കാണോ അഞ്ജന പോകുന്നത്. ഫോർ എക്സാമ്പിൾ PhD-ക്ക് പോകുമ്പോഴും ഫ്യൂച്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗമാകുമ്പോൾ ഏറ്റവും ബെസ്റ്റ് തന്നെ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഏറ്റവും നല്ല എക്സൽ ചെയ്യാൻ പറ്റട്ടെ. നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഹാർഡ് വർക്ക് ചെയ്യും. റിസൾട്ടിനെ കുറിച്ച് വെറീഡ് ആവണ്ട. നിങ്ങൾക്ക് അതാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. ജസ്റ്റ് ഹാർഡ് വർക്ക് ചെയ്യും ആൻഡ് റിസൾട്ട് 1-2 റിസൾട്ട് അല്ല, നാച്ചുറലി ഫ്ലോ ഉണ്ടാവും. എല്ലാം നമ്മുടെ കൈകളിലേക്ക് വരും. അപ്പം ഞങ്ങൾ എല്ലാവരും വളരെ വളരെ ഹാപ്പിയാണ്. അറിയാലോ ഓരോ എക്സാം റിസൾട്ട് വരുമ്പോഴും ഇജാസ് ഞാൻ ഇവിടുന്ന് കാണുന്നതാണ്. സാറൊക്കെ വളരെ ഹാപ്പിയാണ്. എന്നോട് എപ്പോഴും വന്ന് പറയും സാർ അഞ്ജനക്ക് ഈ റാങ്ക് കിട്ടി, ആൾക്ക് ഇവിടെ കിട്ടി എന്നൊക്കെ വന്ന് പറയുന്നത് എപ്പോഴും. ഞങ്ങൾ എല്ലാവരും ടീച്ചേഴ്സ് എല്ലാവരും വളരെ എന്താണ് എക്സൈറ്റഡ് ആണ്, വളരെ ഹാപ്പിയാണ്. ഓക്കെ അഞ്ജന, വളരെ സന്തോഷം. അപ്പം ഇനിയും നമ്മുടെ ഓഫ്ലൈൻ ക്യാമ്പസിലേക്ക് വരൂ, നമുക്ക് എന്താ മീറ്റ് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾ വൺസ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെ PhD കംപ്ലീറ്റ് ചെയ്യട്ടെ. അതേപോലെ ഏറ്റവും ഫാസ്റ്റ് ഏറ്റവും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഒരു ഡ്രീം പൊസിഷൻ ഉണ്ടാവുമല്ലോ നിങ്ങൾ എയിം ചെയ്യുന്നത്, അതിലേക്ക് എത്താൻ എല്ലാവിധ ആശംസകളും. ഓക്കെ അഞ്ജന. താങ്ക് യു സോ മച്ച്.